ഹാഡിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ 4 കോമ്പോണൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ പറഞ്ഞു. 1 കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, 2 കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, 3 കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, 4 കോസ്റ്റ് ഓഫ് റിട്ടേണിങ്സ്. ഈ 4ഉം ഒരുമിച്ച് കൂടിയതാണ് എന്ത് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC എന്ന് പറയുന്നത്. WACC സമ്മറൈസസ് ദി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ദി എൻ്റർ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇവിടെ വരും. ഡെപ്റ്റ് വരും, പ്രിഫറൻസ് വരും, ഇക്വിറ്റി വരും, റിട്ടേൺ ഏർണിങ്സ് വരും. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ആവറേജ് കോസ്റ്റ് ഓഫ് ദി വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. എല്ലാ സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെയും ആവറേജ് കോസ്റ്റിനെ പറഞ്ഞ പേരാണെന്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ആൻ ആവറേജ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ആൾ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലെ എല്ലാ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെയും ഒരു ആവറേജ് ആണെന്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രോപ്പർലി വെയ്റ്റഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിൻ്റെയും വെയിറ്റ് കണ്ടിട്ടാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ WACCക്ക് മറ്റു 2 പേര് കൂടി ഉണ്ട്. ഒന്ന് കോമ്പോസിറ്റ്, ഒരുമിച്ച് കൂടിയതിനുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും കൂടിയതാണെന്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മറ്റു 2 പേരുകളാണ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും, ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഇതിൻ്റെ സിമ്പൽ KO ആണ്. ഓക്കെ ആണല്ലോ, KO ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ദ ഫോളോവിങ് ഈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് A ലിമിറ്റഡ്. താഴെ നൽകിയുള്ളത് A ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അവിടെ സോഴ്സ് നൽകിയിട്ടുണ്ട്, എമൗണ്ട് നൽകിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സോഴ്സ് വന്നത് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ വന്നത് 2 ലക്ഷം ഷെയർസ് ഓർ ₹10 ഈച്ചാണ്. അങ്ങനെ 2 ലക്ഷം ഇൻറ്റു 10 20 ലക്ഷം ലഭിക്കും. എമൗണ്ടിൽ 20 ലക്ഷമാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11%. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 50,000 ഷെയർസാണ്, 10 ഈച്ചാണ്. അങ്ങനെ 5 ലക്ഷം ലഭിക്കും. അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് 8%. ദെൻ റിട്ടേൺ ഏർണിങ്സ് 10 ലക്ഷമാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11%. 9% ഡിബഞ്ചർ 1000 ഈച്ചാണ്. അതിൻ്റെ എമൗണ്ട് വരുന്നത് 15 ലക്ഷമാണ്. 4.5 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ബുക്ക് വാല്യൂവിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി എന്തൊക്കെ മാറ്റമാണ് വന്ന് നോക്കാം. പ്രസൻ്റ്ലി ഡിബഞ്ചേഴ്സ് ആർ ബീയിങ് ട്രേഡഡ് അറ്റ് 94%. പ്രസൻറ്റ് ഡിബഞ്ചർ ട്രേഡ് ചെയ്യുന്നത് 94%. പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. പ്രിഫറൻസ് ഷെയർ പാർ തന്നെയാണ്, അതായത് 10 രൂപയ്ക്ക് തന്നെയാണ്. ആൻഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് 13 പെർ ഷെയർ ആണ്. 10 രൂപ ഉള്ളത് 13 രൂപക്കാണ് ഇത് ഇക്വിറ്റി ഷെയർ ട്രേഡ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ബുക്ക് വാല്യൂ വെയ്റ്റിലും കാണണം, മാർക്കറ്റ് വാല്യൂ വെയ്റ്റിലും കാണണം. അപ്പോൾ 2 രീതിയിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. ഒന്നെന്താണ് ബുക്ക് വാല്യൂ വെയ്റ്റ് ആണ്, രണ്ടെന്താണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് ആണ്. ബുക്ക് വാല്യൂ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന രീതി അല്ല, ഇവിടെ നമുക്ക് തന്ന ഡീറ്റെയിൽസ് ആണെന്ത് ബുക്ക് വാല്യൂ വെയ്റ്റ്. ഇനി വന്ന മാറ്റം ഉണ്ടല്ലോ, ഈ മാറ്റാണെന്ത് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് തന്ന ഡാറ്റ വെച്ചിട്ട്, അതായത് ചേഞ്ചസ് ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇത് വെച്ചിട്ടുള്ള WACC ആണ് നമ്മൾ എന്ത് പറയുന്നത് ബുക്ക് വാല്യൂ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഡിബഞ്ചർ 94%, പ്രിഫറൻസ് ഷെയർ പാറിലാണ്, ഇക്വിറ്റി ഷെയർ 13%, പറഞ്ഞു. അതാണെന്ത്
മാർക്കറ്റ് വാല്യൂ വെയിറ്റ്. അപ്പോൾ രണ്ട് രീതിയിൽ എന്ത് കാണണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. ഫസ്റ്റ് ബുക്ക് വാല്യൂ വെയിറ്റ് എങ്ങനെ കാണണം നോക്കാം. ആദ്യം ഹെഡിങ് കൊടുക്കുന്നു ഓൺ ദി ബേസ് ഓഫ് ബുക്ക് വാല്യൂ വെയിറ്റ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ബുക്ക് വാല്യൂ വെയിറ്റ് ആണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കാണേണ്ടത് ടോട്ടൽ ബുക്ക് വാല്യൂ എത്രയാണ്. അതായത് 4 സോഴ്സുകൾ നൽകിയിട്ടുണ്ട്. ആ 4 സോഴ്സിൻ്റെയും ബുക്ക് വാല്യൂകൾ കൂട്ടുക അല്ലേ. 5 ലക്ഷം, 20 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം അല്ലെ, 50 ലക്ഷം എന്ന് കിട്ടും. ടോട്ടൽ 50 ലക്ഷം കിട്ടും. ഇനി എന്ത് ചെയ്യുന്ന ഓരോന്നിൻ്റെയും ബുക്ക് വാല്യൂ വെയിറ്റ് കാണാം. നമുക്കറിയാം ആവറേജ് കാണാം. ആ സംഖ്യ ഡിവൈഡഡ് ബൈ ടോട്ടലാണ്. ഇവിടെ പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ വെയിറ്റ് കാണാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 ലക്ഷമാണ്. ടോട്ടലോ 50 ലക്ഷമാണ്. 5 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 10% അല്ല, അല്ലെങ്കിൽ 0.1 എന്ന് പറയും. 10% തന്നെയാണ്, 0.1 ആണ്. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ 20 ലക്ഷമാണ്. ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 40% കിട്ടും, ഓർ 0.4. ദെൻ റീറ്റേൺ ഏർണിങ്സ് 10 ലക്ഷമാണ്. 10 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 20% ലഭിക്കും, ദാറ്റ് ഈസ് 0.2. ദെൻ 9% ഡിബഞ്ചർ 15 ലക്ഷമാണ്. 15 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 30%. അപ്പോൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ബുക്ക് വാല്യൂ വെയിറ്റ് ആണ് അല്ലേ. ഓരോന്നിൻ്റെയും ആ സംഖ്യ എന്ത് ചെയ്യുന്നു? ടോട്ടലായിട്ട് നമ്മൾ അരിച്ചിട്ട് 100 ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബുക്ക് വാല്യൂ വെയിറ്റ് കിട്ടും. ഇനി നമ്മൾ ഒരു കോളം വെക്കാം. ഫസ്റ്റ് കോളം സോഴ്സാണ്. രണ്ടാമത്തെ കോളം ബുക്ക് വാല്യൂ, അതിൻ്റെ ടോട്ടലും ചെയ്യുക. മൂന്നാമത്തെ കോളം വെയിറ്റ്, നമുക്ക് കിട്ടിയ വെയിറ്റ് ഇല്ല, 10%, 40%, 20%, 30% അത് എഴുതുന്നു. ദെൻ കോസ്റ്റ്, നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് കോസ്റ്റ്. ആ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എടുത്തെഴുതുന്നു. കോസ്റ്റ് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതുന്നു. നെക്സ്റ്റ് കോളം വെയ്റ്റഡ് കോസ്റ്റാണ്. W ഇൻറ്റു C ആണ്. അപ്പോൾ അല്ലെ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ W ആണ്, കോസ്റ്റ് എന്നതിൻ്റെ ഷോർട്ട് C ആണ്. ഇത് രണ്ടും കുടിക്കാം. 10% ഇൻറ്റു 8% ഇസ് ഈക്വൽ ടു 0.80 എന്ന് കിട്ടും. 40% ഇൻറ്റു 11%. ഇത് നേരിട്ട് ഗുണിച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും അല്ലേ. നേരിട്ട് ഗുണിച്ചിട്ട് ശതമാനം കണ്ടാൽ 4.40 എന്ന് കിട്ടും. ദെൻ 20% ഇൻറ്റു 11% 2.20 എന്ന് കിട്ടും. 30% ഇൻറ്റു 4.5% ദാറ്റ് ഈസ് ഈക്വൽ ടു 1.35 എന്ന് കിട്ടും. ഇതിൻ്റെ ടോട്ടലാണ് 8.75. ഇതാണ് WACC, ബുക്ക് വാല്യൂ വെയിറ്റ് പ്രകാരം WACC. വളരെ എളുപ്പമാണ്. വെയിറ്റ് ഇൻറ്റു കോസ്റ്റ്, വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? WACC ലഭിക്കും. നെക്സ്റ്റ് മാർക്കറ്റ് വാല്യൂ വെയിറ്റിൽ എങ്ങനെയാണ് WACC കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം ഹെഡിങ് നൽകുക ഓൺ ദി ബേസ് ഓഫ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് മാർക്കറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഓരോ സോഴ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ അല്ലെ, മാറ്റം വന്ന വാല്യൂസ് കണ്ടെത്താം. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാം. ഇക്വിറ്റി ചോദ്യത്തിലുണ്ടായിരുന്നത് 2 ലക്ഷം ഷെയർസ് ആയിരുന്നു, 10 ഈച്ച് ആയിരുന്നു. അത് എന്തിലേക്ക് മാറി? 13 ഈച്ചിലേക്ക് മാറി. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 13 ആണിത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. 2 ലക്ഷം ഇൻറ്റു 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ലക്ഷം എന്ന് കിട്ടും. ഈ ഇക്വിറ്റിയിൽ എന്തുണ്ട്? ഇക്വിറ്റി ഉണ്ട്, റീറ്റേൺ ഏർണിങ്സ് ഉണ്ട്. നമ്മുടെ ചോദ്യത്തിൽ റീറ്റേൺ ഏർണിങ്സിനെ കുറിച്ച് പിന്നീട് ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. അപ്പോൾ ഇക്വിറ്റിയിൽ എന്തും കൂടി ഉണ്ട്? റീറ്റേൺ ഏർണിങ്സും ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇക്വിറ്റീൻ്റെയും റീറ്റേൺ ഏർണിങ്സിൻ്റെയും ഒരു റേഷ്യോ നോക്കുക. ഇക്വിറ്റി വരുന്നത് 20 ലക്ഷമാണ്, എമൗണ്ടിൽ 20 ലക്ഷമാണ്. റീറ്റേൺ ഏർണിങ്സോ 10 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 26 ലക്ഷത്തിനെ വീതിക്കണം. ഈ 26 ലക്ഷത്തിനെ 2:1 വീതിക്കണം. അപ്പോൾ ഇക്വിറ്റിയും റിട്ടേൺ ഏർണിങ്സ് നമ്മളെ റേഷ്യോ എത്രയാണ്? 2:1 ആണ്. അതിൽ വീതിക്കാം. 26 ലക്ഷം ഇൻറ്റു 3/3 ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അപ്പോൾ നമുക്ക് 17,33,333 കിട്ടും. ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് റിട്ടേൺ ഏർണിങ്സ് കാണാം.
26 ലക്ഷം ഇൻറ്റു 1/3. അവിടെ നമുക്ക് 8,66,667 കിട്ടും. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും കിട്ടി, മാർക്കറ്റ് വാല്യൂ ഓഫ് റിട്ടേൺഡ് ഏർണിങ്സും കിട്ടി. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പാറാണ്. അപ്പോൾ 50,000 ഇൻറ്റു 10 തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും? 5 ലക്ഷം എന്ന് കിട്ടും. മാറ്റൊന്നുമില്ല. ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞുകൊണ്ട് 50,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ലാക്ക്. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് പറയുന്നത് അല്ലേ ട്രേഡഡ് അറ്റ് 94% ആണ്. അപ്പോൾ 94%ലേക്ക് മാറ്റാം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ 15 ലക്ഷം ഇൻറ്റു 94% ദാറ്റ് ഈസ് ഈക്വൽ ടു 14,10,000 ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് ലഭിച്ച ഡീറ്റെയിൽസൊക്കെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് കോളം സോഴ്സ്, സെക്കൻഡ് കോളം മാർക്കറ്റ് വാല്യൂ, തേർഡ് കോളം വെയിറ്റ്, ഫോർത്ത് കോളം കോസ്റ്റ്, ഫിഫ്ത്ത് കോളം വെയ്റ്റഡ് കോസ്റ്റ് W/C. അത് സോഴ്സിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺഡ് ഏർണിങ്സ്, 9% ഡിബെഞ്ചർ. ദെൻ മാർക്കറ്റ് വാല്യൂ വരുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ്, ഇക്വിറ്റി 17,33,333 ദെൻ റിട്ടേൺ ഏർണിങ്സ് 8,66,667 ഡിബെഞ്ചർ 14,10,000. ഇനി വെയിറ്റ് കാണണം. നമ്മൾ ബുക്ക് വാല്യൂയിൽ വെയിറ്റ് കണ്ട അതേ രീതി തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസിൻ്റെ വെയിറ്റ് കാണാം അല്ലേ. 5 ലക്ഷം ഡിവൈഡഡ് ബൈ ടോട്ടലാണ്. ടോട്ടൽ എത്രയാണ്? 45,10,000. അപ്പോൾ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 11.1 കിട്ടും. ഓരോന്നും സോൾവ് ചെയ്ത് നോക്കട്ടോ, ജസ്റ്റ് വാച്ച് ചെയ്യാതെ സോൾവ് ചെയ്ത് നോക്കാം. ദെൻ ഇക്വിറ്റീൻ്റെ 17,33,333 ഡിവൈഡ് ബൈ 45,10,000 ചെയ്ത് കഴിഞ്ഞാൽ 38.4 കിട്ടും. ദെൻ 8,67,667 ഡിവൈഡ് ബൈ 45,10,000 ഇൻറ്റു 100 ചെയ്താൽ 19.2 കിട്ടും. ദെൻ 14,10,000 ഡിവൈഡ് ബൈ 45,10,000 ഇൻറ്റു 100 31.3%. സോൾവ് ചെയ്ത് കൊണ്ട് നോക്കണം, ജസ്റ്റ് വാച്ച് ചെയ്ത് പോയാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. നെക്സ്റ്റ് കോസ്റ്റ് ചോദ്യത്തിൽ തന്ന അതേ രീതിയിൽ എഴുതുക. ഇനി ലാസ്റ്റ് കോളം വെയിറ്റ് ഇൻറ്റു സി അല്ലെ, W/C 11.1 ഇൻറ്റു 8% 0.89 കിട്ടും. ദെൻ 38.4 ഇൻറ്റു 15% 4.22 കിട്ടും. ദെൻ 19.2% ഇൻറ്റു 15% 2.11 കിട്ടും. ദെൻ 31.3% ഇൻറ്റു 4.5% ഈസ് ഈക്വൽ ടു 1.41 കിട്ടും. ദെൻ ടോട്ടൽ WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8.63 കിട്ടും. അപ്പോൾ നമുക്കിവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ രണ്ട് ഇതിലും കിട്ടി അല്ലേ, ബുക്ക് വാല്യൂയിലും കിട്ടി, മാർക്കറ്റ് വാല്യൂയും കിട്ടി. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് WACCൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം വന്നിരുന്നു. ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നില്ല, ജസ്റ്റ് എന്തേ ഉള്ളൂ ഇവാലുവേഷൻ ഉള്ളൂ. അപ്പോൾ വളരെ പ്രാധാന്യം ഈ ഒരു ചോദ്യം നൽകാം. ചോദ്യം ഇതായിരുന്നു, എ കമ്പനി ഹാസ് എ WACC ഓഫ് 11%. ഒരു കമ്പനിയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11% ആൻഡ് ഈസ് കൺസിഡേർഡ് ടു പ്രൊജക്റ്റ്. രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്. എയിലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, പ്രൊജക്റ്റ് എയിലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 10%. പ്രൊജക്റ്റ് ബിയിലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 14%. ഷുഡ് ദി കമ്പനി ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദിസ് പ്രൊജക്റ്റ് ബേസ്ഡ് ഓൺ WACC ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പ്രൊജക്റ്റ് ഉണ്ടല്ലോ, പ്രൊജക്റ്റ് എയും ബിയും ആക്സെപ്റ്റ് ചെയ്യുകയാണോ ചെയ്യുക, റിജക്റ്റ് ചെയ്യുകയാണോ ചെയ്യുക, ഇത്ര മാത്രമേ ചോദ്യമുള്ളൂ. വളരെ എളുപ്പമാണ്. WACC നൽകിയിട്ടുണ്ട് 11%. എക്സ്പെക്റ്റഡ് റിട്ടേൺ എൻ്റെത് 10%, ബീൻ്റെത് 14%. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നത് കൃത്യമായിട്ട് നോക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എസിൻ്റെ ഫുൾ മാർക്കും കിട്ടും. ഫസ്റ്റ് നമ്മൾ ചോദ്യത്തിന് നൽകിയ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ചെയ്തെടുക്കുക. എന്താ നൽകിയിട്ടുള്ളത്? എ കമ്പനി ആസ് എ
വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC 11% ആണ്. ആൻഡ് ഈസ് കൺസിഡറിങ് 2 പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് എയുടെ എക്സ്പെക്ട് റിട്ടേൺ 10%, പ്രൊജക്റ്റ് ബിയുടെ എക്സ്പെക്ട് റിട്ടേൺ 14% ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. ആ കാര്യം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പിന്നീട് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡിസിഷൻ റൂളാണ്. ഡിസിഷൻ റൂൾ വരുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ WACCനേക്കാൾ കൂടുതൽ ആണെങ്കിൽ ആക്സെപ്റ്റ് ആണ്. അപ്പോൾ ആക്സെപ്റ്റ് എ പ്രൊജക്റ്റ് എപ്പോഴാണ്? ഇഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ WACC. റിട്ടേൺ WACCനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി റിജക്റ്റ് ചെയ്യപ്പോഴാണ്? എക്സ്പെക്റ്റഡ് റിട്ടേൺ WACCനേക്കാൾ കുറവാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചേക്കുക. പോസിറ്റീവാണ്. റിട്ടേൺ WACCനേക്കാൾ കൂടുതലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, കുറവാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇത് മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. ആ പ്രൊജക്റ്റ് എയുടെ കേസിൽ നോക്കാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% ആണ്. WACC എത്രയാണ്? 11% ആണ്. അവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തിനേക്കാൾ കുറവാണ്? WACCനേക്കാൾ കുറവാണ്, ലെസ് ദാൻ ആണ്. അതുകൊണ്ട് ഡിസിഷൻ എന്താ? റിജക്റ്റ് പ്രൊജക്റ്റ് എ. ആ പ്രൊജക്റ്റ് എ റിജക്റ്റ് ചെയ്യും. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയുള്ളൂ? 10 ഉള്ളൂ. കോസ്റ്റ് എത്ര ഉണ്ട്? 11 ഉണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് എ റിജക്റ്റ് ചെയ്യും. ദെൻ പ്രൊജക്റ്റ് ബിയുടെ കേസ് നോക്കാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ 14% ആണ്. ദെൻ WACC 11% ആണ്. ഇവിടെയോ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ആണ് അല്ലേ? എക്സ്പെക്റ്റഡ് റിട്ടേൺ WACCനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊജക്റ്റ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ആക്സെപ്റ്റ് ദി പ്രൊജക്റ്റ് ബി. അപ്പോൾ പ്രൊജക്റ്റ് എ റിജക്റ്റ് ചെയ്തു, പ്രൊജക്റ്റ് ബി ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഒരു കൺക്ലൂഷൻ ചെയ്താൽ ദ കമ്പനി ഷുഡ് റിജക്റ്റ് പ്രൊജക്റ്റ് എ ആൻഡ് ആക്സെപ്റ്റ് പ്രൊജക്റ്റ് ബി ബിക്കോസ് ഓൺലി പ്രൊജക്റ്റ് ബി പ്രൊവൈഡ് എ റിട്ടേൺ ഹയർ ദാൻ കമ്പനീസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വിൽ ആഡ് വാല്യൂ ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മളിവിടെ പ്രൊജക്റ്റ് എ റിജക്റ്റ് ചെയ്യാണ്, പ്രൊജക്റ്റ് ബിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം? പ്രൊജക്റ്റ് ബിക്ക് എന്തുണ്ട്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിനേക്കാൾ റിട്ടേൺ ഉണ്ട്. അതെന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടും. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യല്ല, നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ആ ഡിസിഷൻ റൂൾ മാത്രം അറിഞ്ഞാൽ മതി. അത് കൃത്യമായിട്ട് പഠിക്കുക. ആക്സെപ്റ്റ് എപ്പോൾ ചെയ്യുക? എക്സ്പെക്റ്റഡ് റിട്ടേൺ WACCനേക്കാൾ കൂടുതലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, കുറവാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന ചോദ്യം സോൾവ് ചെയ്തു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.